Hi friends, Mr. Adascriptയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലത്തെ ഈ ഒരു വീഡിയോ കണ്ട് അറ്റ്ലീസ്റ്റ് 2 NFT എങ്കിലും നിങ്ങൾ ക്ലെയിം ചെയ്ത് കാണുന്നിരിക്കുന്നു. മൂന്നാമത്തെ NFTക്ക് വേണ്ടിയിട്ട് നമുക്ക് ട്രൈ ചെയ്യാം മാക്സിമം. അപ്പോൾ ഇതിലൊരു ടാസ്ക് ഞാൻ പറയാൻ വിട്ടുപോയി. അപ്പോൾ ഇവരുടെ ഡിസ്കോഡ് ചാനൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾ കൊളാബ് ലാൻഡ് ജോയിൻ എന്ന ഈ ഒരു സെക്ഷനിൽ പോയിട്ട് നിങ്ങൾ നിങ്ങളുടെ വാലറ്റ് വെരിഫൈ ചെയ്യണം ഈ ടാസ്കുകളൊക്കെ ചെയ്തത്. അപ്പോൾ അത് നിങ്ങൾക്ക് രണ്ടാമത്തെ NFT അഥവാ മിൻറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ അത് ചെയ്യാത്തവർ ചെയ്ത് വയ്ക്കുക. തേർഡ് NFT ക്ലെയിം ചെയ്യാനുള്ള ചിലപ്പോൾ എന്തെങ്കിലും ടാസ്കും അതിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് Debankൻ്റെ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ എയർഡ്രോപ്പ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൽ എയർഡ്രോപ്പ് വരാണെങ്കിൽ അതിൽ എലിജിബിലിറ്റി ആവാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അതിനായിട്ട് നമുക്ക് നമ്മുടെ ഒരു Web3 ID മിൻറ്റ് ചെയ്യണം. Web3 ID ഇപ്പോൾ കറൻ്റ്ലി $96 മിൻറ്റ് ചെയ്യാനുള്ളത്. പക്ഷേ അത് ഫ്രീ ആയിട്ട് 50,000-ൽ താഴെ റാങ്ക് ഉള്ളവർക്ക് മിൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ 50,000-ൽ താഴെ റാങ്ക് വരിക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്ത് തരാൻ പോകുന്നത്. അപ്പോൾ ഇതിനായിട്ട് കുറച്ച് ടാസ്കുകളുണ്ട്. ഞാൻ ഓൾറെഡി ഇതിലത്തെ കുറച്ച് കാര്യങ്ങൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്തു. ഫുള്ള് സ്ക്രീൻ റെക്കോർഡ് ചെയ്തതിന് ശേഷമാണ് ഞാൻ മനസ്സിലാക്കിയത് ഇതിൽ സൗണ്ട് ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നില്ല എന്ന്. അപ്പോൾ ഞാൻ വീണ്ടും റെക്കോർഡ് ചെയ്യാൻ തന്നത് രണ്ടാമത്തെ പ്രാവശ്യം. എന്നാലും ചെയ്ത ടാസ്കുകളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവുന്നതാണ്. അപ്പോൾ ഇതിൽ ഓൾറെഡി ഞാനൊരു വേറെ യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണ് അതേ ടാസ്കുകളാണ് ഈ കാര്യത്തിലും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. അത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ വീഡിയോ മുഴുവൻ കാണുക. നമുക്ക് ഫ്രീ ആയിട്ട് ഈ ഒരു ID മിൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് പോയിൻറ്റ്സ് നേടുക എന്നുള്ള ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ബേസിക് സ്കോർ പ്ലസ് വെയ്റ്റഡ് സ്കോർ ഈക്വൽ ടു സോഷ്യൽ സ്കോർ എന്ന രീതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് കമ്പ്യൂട്ടേഷൻ എന്നുള്ള കാര്യം കൊടുത്തിട്ടുണ്ട്, ബേസിക് സ്കോറും സോഷ്യൽ സ്കോറും. അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ നോക്കി നോക്കാം. ഇപ്പോൾ ഈ ഒരു സാധനം ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് മാക്സിമം സ്കോർ നേടാനുള്ളത്. അപ്പോൾ അതിൽ ഇമെയിൽ ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5 പോയിൻറ്റ് കിട്ടും. ട്വിറ്റർ ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5 പോയിൻറ്റ് കിട്ടും. NFT അവതാർ നമ്മുടെ പ്രൊഫൈൽ പിക്ചറായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 5 പോയിൻറ്റ് കിട്ടും. അത് ഏതെങ്കിലും ഒരു NFT നമ്മുടെ ആ ഒരു വാലറ്റിൽ ഉണ്ടാവണം. പിന്നെ Web3 ID നമ്മൾ മിൻറ്റ് ചെയ്യണം. അതിന് 5 പോയിൻറ്റ് ഉണ്ട്. പക്ഷേ അത് നമുക്ക് ഫ്രീ ആയിട്ട് മിൻറ്റ് ചെയ്യാം. പിന്നെ എത്ര കാലം പഴക്കമുള്ള അഡ്രസ്സാണ് നിങ്ങളുടെ വാലറ്റ്. ഇപ്പോൾ 99 ദിവസത്തിന് മേലെ പഴക്കമുള്ള ഒരു വാലറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 2 മുതൽ 3 പോയിൻറ്റ് വരെ കിട്ടും. പിന്നെ പാർട്ടിസിപ്പേറ്റഡ് അമൗണ്ട്സ്, നിങ്ങൾ എത്ര $, വർത്തായിട്ടുള്ള ട്രേഡ്സ് അല്ലെങ്കിൽ എത്ര നമ്പർ ഓഫ് ട്രേഡ്സ് ഈ ഒരു വാലറ്റ് ചെയ്തിട്ടുണ്ട് അതനുസരിച്ച് നിങ്ങൾക്ക് ഇത്ര പോയിൻറ്റ്സ് കിട്ടും. പിന്നെ ഏതൊക്കെ പ്രോട്ടോക്കോൾസിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് പോയിന്റുകൾ കിട്ടും, 10 പോയിന്റ് വരെ. പക്ഷേ അതിൽ മിനിമം $1000 വർത്തായിട്ടുള്ള സ്റ്റേക്ക് ആയിരിക്കണം ആ ഒരു പ്രോട്ടോക്കോളിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ ഒരെണ്ണത്തിലാണ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്കോർ കിട്ടും. പിന്നെ NFT എമൗണ്ട്, അത് എത്തേറിയം ബ്ലോക്ക് ചെയിൻ മുകളിൽ നിന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 10 NFTs നിങ്ങൾ എത്തേറിയം ബ്ലോക്ക് ചെയിനിൽ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10 പോയിന്റ് കിട്ടും. പിന്നെ കളക്ഷൻ എമൗണ്ട്, എത്ര ടൈപ്പ് ഓഫ് കളക്ഷൻസ് നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന അതനുസരിച്ച് 5 പോയിന്റ്. പിന്നെ എഫക്റ്റീവ് Debank ഫോളോവേഴ്സ്, എത്ര ഫോളോവേഴ്സ് നിങ്ങളുടെ Debank പ്രൊഫൈലിനെ ഫോളോ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് നോക്കിക്കഴിഞ്ഞാൽ ആകപ്പാടെ 7 ഫോളോവേഴ്സ് ഉള്ളൂ. അപ്പോൾ എത്ര ഫോളോവേഴ്സ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത് മാത്രം പോരാ, ഓരോ ഫോളോവേഴ്സിൻ്റെ അക്കൗണ്ടിൽ മിനിമം $1000 വർത്തായിട്ടുള്ള ടോക്കൺസ് ഉണ്ടാവണം. എങ്കിൽ മാത്രമേ അവരെ എഫക്റ്റീവ് ഫോളോവേഴ്സ് ആയിട്ട് കൂട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഫോളോവർ നമ്പർ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്തുകൊണ്ട് കൂട്ടാനുള്ള കാര്യങ്ങൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഈത്തിൻ്റെ ബാലൻസ് ആണ്. ഇത് കുറച്ച് പാടാണ്. അറ്റ്ലീസ്റ്റ് 1 ETH ഉള്ളവർക്കാണ് ഒരു പോയിന്റ് കിട്ടുന്നത്. അപ്പോൾ എത്രത്തോളം ETH നമ്മൾ ഹോൾഡ് ചെയ്യുന്നു അതനുസരിച്ച് നമുക്ക് കൂടുതൽ പോയിന്റ്സ് കിട്ടും. അപ്പോൾ ETH വലിയ ഹോൾഡിങ്സ് ഉള്ളവർക്ക് ചെയ്യാവുന്നതാണ്. എനിക്ക് കഷ്ടിച്ചൊരു പോയിന്റ് കിട്ടും ഒരു ETH ഉള്ളതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം നോക്കേണ്ടത് മിൻറ്റ് യുവർ ID പോയിട്ട് നമുക്ക് Web3 സോഷ്യൽ റാങ്കിങ്ങിൽ മിനിമം എത്ര പോയിന്റ് വേണം എന്നുള്ളത് നോക്കാം. 50,000-ൽ താഴെ റാങ്ക് ഉള്ളവർക്കാണ് ID കിട്ടുന്നത്. അറ്റ്ലീസ്റ്റ് 17.6 പോയിന്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ ഒരു NFT മിൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ 17.6ലേക്ക് നിങ്ങൾക്ക് എങ്ങനെ എത്താമെന്നുള്ള കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാം. പിന്നെ ഈ ഡാറ്റ എല്ലാ ആഴ്ചയും സൺഡേ ആയിരിക്കും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അടുത്ത അപ്ഡേഷൻ സൺഡേ ആണ്. അതിന് മുമ്പേ നമ്മൾ ഇത്രയും ടാസ്കുകൾ ചെയ്ത് വെക്കണം. നമുക്ക് ഒരു NFT ID മിൻറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോമിൽ പോവുക. ഹോമിൽ പോയിട്ട് നമ്മുടെ ഇമെയിൽ വെരിഫൈ ചെയ്യുക. നമ്മുടെ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ എൻ്റെ ട്വിറ്റർ പ്രൊഫൈലാണ് കാണിക്കുന്നത്. ഞാൻ എൻ്റെ മിൻറ്റ് യുവർ ID എന്ന സെക്ഷനിൽ പോകാം. ഇവിടെ നമ്മുടെ ഇമെയിൽ ID കൊടുത്തിട്ട് ഒരു കോഡ് വരുത്തി കഴിഞ്ഞാൽ അത് വെരിഫൈഡ് ആക്കാം. ട്വിറ്ററിലും നമ്മുടെ ട്വിറ്റർ ഈ ഒരു പ്രൊഫൈലിൻ്റെ ഈ ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ട്വീറ്റ് ചെയ്യാൻ പറയും. ആ ട്വീറ്റ് ചെയ്തതിന് ശേഷം വെരിഫൈഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതും വെരിഫൈഡ് ആവും. അപ്പോൾ നമുക്ക് 5-5 10 പോയിൻ്റായി. അടുത്തത് ചെയ്യേണ്ടത് ഹോമിൽ പോവുക. ഇവിടെ പോയിട്ട് എഡിറ്റ് എന്ന് കൊടുത്തിട്ട് നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു NFT കളക്ഷൻ്റെ ഒരു ഇമേജ് സെലക്ട് ചെയ്തിട്ട് അത് ഇവിടെ പ്രൊഫൈലായിട്ട് വയ്ക്കുക. അപ്പോൾ നമുക്ക് 15 പോയിന്റ് ഓൾറെഡി ആയി ഇത് പ്രകാരമുള്ളത്. പിന്നെ നമുക്ക് ഓൾറെഡി കുറച്ച് പോയിന്റ്സ് വേറെയും കാര്യമുണ്ടാവും. നമ്മുടെ വാലറ്റിൻ്റെ ഏജിനനുസരിച്ച്, നമ്മൾ നടത്തിയ ട്രാൻസാക്ഷൻസ് അനുസരിച്ച്, അല്ലെങ്കിൽ ഇനി ട്രാൻസാക്ഷൻ എണ്ണം കൂട്ടാട്ടോ നിങ്ങൾക്ക് ഈ ഒരു സൺഡേക്ക് മുന്നേ. പിന്നെ ഡിഫൈൽ നമ്മൾ ചെയ്ത ടാസ്കുകൾ അനുസരിച്ച്, പിന്നെ NFT പോയിന്റ്സിനനുസരിച്ച് കളക്ഷൻ പോയിന്റ്. പിന്നെ ഉള്ളതാണ് Debankൻ്റെ എഫക്റ്റീവ്
ഫോളോവേഴ്സിൻ്റെത്. അതിൽ ഞാൻ പറഞ്ഞു മിനിമം $1000 വർത്തായിട്ടുള്ള ടോക്കൺസ് നിങ്ങൾ ഏതൊരു ബ്ലോക്ക് ചെയിനിലും മൊത്തത്തിൽ ഹോൾഡ് ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ 1600 മൊത്തത്തിൽ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എലിജിബിൾ ആണ്. ആരെങ്കിലും ഫോളോ ചെയ്താൽ അതൊരു എഫക്റ്റീവ് ഫോളോവർ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ നിങ്ങൾ ഇതേപോലെ വാലറ്റ് കണക്ട് ചെയ്താൽ, അപ്പോൾ ഞാൻ ഓൾറെഡി Debank ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വാലറ്റിൻ്റെ അഡ്രസ്സ് കോപ്പി ചെയ്യുക. ഇപ്പോൾ ഞാൻ കോപ്പി ചെയ്ത പോലെ, എന്നിട്ട് നമ്മുടെ ഈ ഒരു ഫോമിൻ്റെ ലിങ്ക് ഞാൻ ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഇമെയിൽ ID കൊടുക്കുക. ഇവിടെ നിങ്ങളുടെ Debank പ്രൊഫൈൽ ഇവിടെ ഞാൻ കോപ്പി ചെയ്ത പോലെ കൊടുത്ത് പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു ലിങ്ക് ഉണ്ടല്ലോ, ഈ ഒരു ലിങ്കിൽ പോവുക. ഈ ഒരു ലിങ്കിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു സ്പ്രെഡ്ഷീറ്റിലെത്തും. അപ്പോൾ ഈ ഒരു സ്പ്രെഡ്ഷീറ്റിൽ നിങ്ങൾ ഏതൊക്കെ Debank പ്രൊഫൈൽ കാണുന്നുണ്ടോ അതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്ത് വിടണം. അതായത് ഇപ്പോൾ നിങ്ങളുടെ ആയിരിക്കും ചിലപ്പോൾ ആദ്യത്തെ Debank പ്രൊഫൈൽ. അപ്പോൾ രണ്ടാമത് വരുന്ന ആൾ നിങ്ങളെ ഫോളോ ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ഫോളോവേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കിയിട്ട് അവരെ തിരിച്ച് ഫോളോ ചെയ്യും. ഇപ്പോൾ ഞാൻ ഫോളോവേഴ്സ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ വേറെ ആൾ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ അയാളെ ഫോളോ ചെയ്യുക. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ആരൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട് അവരെയൊക്കെ തിരിച്ച് ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചേർത്തിട്ട് മാക്സിമം നമ്പർ ഓഫ് പോയിന്റ്സ് കിട്ടും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പ് ലിങ്ക് കൊണ്ട് നിറയ്ക്കാതെ ഈസി ആയിട്ട് ടാസ്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെല്ലാവരും ഫോളോ ചെയ്യുക. ഈ Debank'ുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രൊഫൈൽ നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ആ പ്രൊഫൈലും ആ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയുന്നതാണ്. അവരെ ഇത്ര ദിവസത്തേക്ക് ഞാൻ ബാനും ചെയ്യുന്നതാണ് ഗ്രൂപ്പിൽ നിന്ന്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ടാസ്ക് ചെയ്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോഴേക്കും നമുക്ക് അത്യാവശ്യം പോയിന്റ് കിട്ടും. അറ്റ്ലീസ്റ്റ് ഒരു 24 പോയിന്റെങ്കിലും നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് എല്ലാവരും കൂടി സഹിച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും കിട്ടില്ലേ, 6 പോയിന്റ് ആയിരുന്നു കിട്ടും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നെക്സ്റ്റ് സൺഡേ എല്ലാവർക്കും ഒരു ID മിൻറ്റ് ചെയ്യാം. ഇതേ കാര്യം നമുക്ക് സെക്കൻഡ് വീക്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വേറെ വാലറ്റിൽ നിന്ന് വേണമെങ്കിൽ രണ്ടാമത്തെ ഒരു ID മിൻറ്റ് ചെയ്യാം. അപ്പോൾ കൂടുതൽ എയർഡ്രോപ്പിനുള്ള ചാൻസ് ഉണ്ടാകും. പക്ഷേ നിങ്ങൾക്ക് 2 പ്രൊഫൈൽ വേണം, ട്വിറ്ററിൽ 2 ഇമെയിൽ ID യൂസ് ചെയ്യണം, പിന്നെ അത്രയും ഫണ്ടും വേണം. പിന്നെ നെക്സ്റ്റ് കാര്യം ചെയ്യേണ്ടത് ഹായ് എന്ന സെക്ഷനിൽ പോയിട്ട് നിങ്ങളുടെ Debank L2 ലെയർ 2 വാലറ്റ് രജിസ്റ്റർ ചെയ്യണം. അത് ഞാൻ ഓൾറെഡി ചെയ്തു വെച്ചു. അത് ഞാനിവിടെ വീഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിന് ഗ്യാസ് ഫീസും ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ടാസ്ക് ചെയ്യുന്നതിനിടയിലാണ് എൻ്റെ ഈ മൈക്ക് ഓൺ ആയിട്ടില്ല മനസ്സിലായത്. അപ്പോൾ ഹായ് ക്ലിക്ക് ചെയ്ത ഇവിടെ രജിസ്റ്റർ എന്ന് കാണും. അപ്പോൾ രജിസ്റ്റർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും രജിസ്റ്റർ എന്ന് കാണും. അപ്പോൾ ഇവിടെ വീണ്ടും ക്ലിക്ക് ചെയ്യുക, ജനറേറ്റ് Debank എന്ന് കൊടുക്കുക, സെൻഡ് റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനൊരു ട്രാൻസാക്ഷൻ സൈൻ ഇൻ ചോദിക്കുന്നതാണ്. അതിന് ശേഷം എത്രയും മെയിനേറ്റേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറയും. കാരണം ഈത്തിന് മുകളിലാണ് ട്രാൻസാക്ഷൻ നടക്കുന്നത്. അറ്റ്ലീസ്റ്റ് $3 വർത്തായിട്ടുള്ള ഈത്ത് നിങ്ങൾക്ക് അതിൽ വേണം. എനിക്ക് $3 ആയാലും ചിലപ്പോൾ നിങ്ങൾക്ക് $4 or $5 ആവുന്നതാണ്. അപ്പോൾ അതും കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യാൻ പറയും. ഒരു നമ്പർ കീ പാസ്വേഡ് സെറ്റ് ചെയ്യുക, കൺഫേം കൊടുക്കുക, അത്രയേ ഉള്ളൂ. അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും ഹായ് എന്ന് പറഞ്ഞ സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ $1.25 ഈ Debank ടീം തന്നെ നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ $1 വാലറ്റ് കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഈ ഒരു ടാസ്കിൻ്റെ ഇടയിലാണ് മൈക്ക് ഓഫ് ആയ കാര്യം ഞാൻ അറിഞ്ഞത്. അപ്പോൾ കംപ്ലീറ്റ്ലി റെക്കോർഡാണ് ഞാൻ ചെയ്തത് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് വയ്ക്കുക. പിന്നെ വോട്ട് എന്ന് പറഞ്ഞ സെക്ഷൻ വന്നിട്ടുണ്ട്. ഇതിലെന്തെങ്കിലും വോട്ടിങ്ങിൻ്റെ പ്രൊപ്പോസൽസ് വരാണെങ്കിൽ ഞാൻ പറയാവുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. അറ്റ്ലീസ്റ്റ് $1000 വർത്തായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് സൺഡേക്കുള്ളിൽ ഈ ടാസ്കൊക്കെ കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ലെസ് ദാൻ 50K അടിയിൽ വരാനുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഫ്രീ ID മിൻറ്റ് ചെയ്യാം. ഇവരുടെ എയർ ഡ്രോപ്പ് വരാണെങ്കിൽ അതിൽ എലിജിബിലിറ്റി നേടാൻ പറ്റും. ഓക്കെ, അപ്പോൾ രണ്ടാമതാണ് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോക്ക് എഫേർട്ട് എടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ വീഡിയോക്ക് നിങ്ങൾ അത്യാവശ്യം ലൈക്ക് തരണം. എല്ലാവരും വീഡിയോ കാണും വേണം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ഓളെന്ന് നിർബന്ധമായിട്ട് അമർത്തിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.